പ്രശ്നം ഹസ്ബൻഡിന്റെ അമ്മയും പെങ്ങളും പെങ്ങളുടെ ഹസ്ബൻഡും അനിയനുമാണ്. പിന്നെ ഉമ്മയുടെ സഹോദരങ്ങളും. അവരാണ് മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ. എന്താണ് നിങ്ങളുടെ ഇപ്പോൾ എത്ര വർഷമായി? 7 വർഷത്തോളമായി നിങ്ങൾ കൂടെ ഉണ്ടായിട്ടല്ലേ? നിങ്ങളുടെ ഭർത്താവാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഭർത്താവിന്റെ ഉമ്മയും പെങ്ങളുമാണ് പ്രശ്നക്കാര്. എന്താണ് അവർ പറയുന്നത്? അവർ പറയുന്ന ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ അവർക്ക് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഈ സിസ്റ്ററിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നു. സിസ്റ്ററിന്റെ കല്യാണം കഴിഞ്ഞ് സിസ്റ്ററിന്റെ ഹസ്ബൻഡും കൂടി വന്നതിന് ശേഷമാണ് എന്നെ ഒഴിവാക്കിയിട്ട് അവർക്ക് അവരുടെ മുഖത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, ഇങ്ങനെയൊക്കെയാണ് പറയാൻ തുടങ്ങിയത്. അപ്പം നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ടൊന്നും വേണ്ടാന്ന് കരുതി നമ്മൾ മാറി തന്നെയാണ് നിന്നിട്ടുള്ളത്. നമ്മളായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോയിട്ടുമില്ല. അപ്പൊ ആ സമയത്തോടൊക്കെ തന്നെ എൻ്റെ ഗോൾഡും ക്യാഷും എല്ലാം പെങ്ങളുടെ കല്യാണ ആവശ്യത്തിനും വീട് പണിയാനുള്ള ആവശ്യത്തിനും വീടിന്റെ ആധാരം ബാങ്കിലായിരുന്നു. അപ്പൊ അത് എടുക്കാനും ഒക്കെ ആയിട്ട് അവർ മേടിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ബിസിനസ് ഉണ്ടായിരുന്നു, അതിന്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് മേടിച്ചിട്ട്. അതായത് നിങ്ങളുടെ കല്യാണം നല്ല രീതിയിലേക്ക് നടത്തിയതാണ്. കാര്യം 20 പവൻ സ്വർണം എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിയിലേക്ക് വീട്ടുകാർ കൊടുത്തിട്ട് തന്നെയാണ് നിങ്ങളെ കല്യാണം കഴിച്ചത്. 18 ലക്ഷം രൂപയും കൊടുത്തിട്ടുണ്ട്. 18 ലക്ഷം രൂപയും. ഹലോ ഗീസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു മുസ്ലിം യുവാവിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരു ഹിന്ദു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഇപ്പൊ ജീവിതം പോലും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ്. ജീവിതം പോലും ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരവസ്ഥയിലാണ് ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടി ഹിന്ദു ആണ് എങ്കിൽ പോലും അന്ന് ആ വീട്ടുകാർക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷത്തോളമായി. അന്ന് ആ വീട്ടുകാർക്കില്ലാത്ത പ്രശ്നം ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. അന്ന് ആ പെൺകുട്ടി 20 പവനും 18 ലക്ഷം രൂപയും ഒക്കെ ആയിട്ടാണ് ഇവിടെ വന്നത്, ഈ വീട്ടിലേക്ക് കയറി വന്നത്. ആ തുകകളെല്ലാം ഇവരെടുത്തിട്ട് അമ്മായിയമ്മയും നാത്തൂനും ഒക്കെ എടുത്ത് ചെലവാക്കിയതിന് ശേഷം ഇപ്പൊ ആ പെൺകുട്ടിയെ ആ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ആ ഉമ്മയും ആ നാത്തൂന്റെ ഹസ്ബൻഡും ഒക്കെ കൂടിയിട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു നീതികേടാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും അറിയാണ്ട്, ഹസ്ബൻഡ് പോലും അറിയാണ്ട്, ഹസ്ബൻഡിനെ ഒരു കിനാശ്ശേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് കാണിക്കുകയും പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് എൻഗേജ്മെന്റ് നടത്താനൊക്കെ പ്ലാൻ ചെയ്തു. ആ സമയത്ത് ഉമ്മയുടെ തന്നെ ഒരു ഫ്രണ്ട് ഉണ്ട് അബുദാബിയിലുള്ള. ആ ഒരു വ്യക്തി പറഞ്ഞിട്ട് ഞാൻ ഇത് അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് വന്നത്. അവിടെ വന്ന് ഉമ്മയുടെ സഹോദരന്റെ ഭാര്യ ബഷീറിന്റെ ഭാര്യയും കരീമിന്റെ ഭാര്യയും വന്ന് 2 അമ്മായിമാര് വന്നിട്ട് എന്നെ വിളിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഹസ്ബൻഡ് അവിടെ ഇല്ല. എന്നെ ഒരു 3 ദിവസത്തോളം ആ വീട്ടിൽ വെച്ചിട്ട് ഇത് ഫിസിക്കലിയും മെന്റലിയും ഒക്കെ ഇവർ കുറെ എന്നെ ടോർച്ചർ ചെയ്തു. എനിക്ക് ഫുഡോ അങ്ങനെ ഒന്നും തന്നിട്ടില്ല. ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ട്, ഹസ്ബൻഡിന്റെ അനിയൻ എനിക്ക് ഫുഡ് വാങ്ങി തരാൻ ക്യാഷ് കൊടുത്തു വിട്ട്. അതുപോലും എന്റെ കയ്യിൽ തന്നിട്ടില്ല. അതുപോലും തന്നില്ല. ആ സമയത്ത് ഇവർ എന്റെ ATM കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഉമ്മയുടെ സഹോദരന്റെ ഏതോ മകൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഏതോ ഒരു ഷോപ്പിൽ നിന്ന് എന്തോ സാധനങ്ങൾ വരെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമാണ് എന്റെ ഹസ്ബൻഡ് ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഹസ്ബൻഡ് വന്നപ്പോൾ ഇവര് വെളുപ്പിനെയാണ് വരുന്നത്. ഇവര് ചോദിക്കുന്നുണ്ട് നീ അവളെ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന്. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അവളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. അത് ആദ്യം കല്യാണം കഴിക്കുമ്പോൾ ഉമ്മയ്ക്കും പെങ്ങൾക്കും ഒന്നും ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ സംഭവം നടക്കുമ്പോൾ ഈ കല്യാണം കഴിഞ്ഞ പെണ്ണ വീട്ടിലുണ്ട്. ഹസ്ബൻഡ് വരുന്നെന്ന് അറിഞ്ഞപ്പോഴാണ് അവൾ അവിടെ നിന്ന് മാറിക്കളഞ്ഞത്. അതിനുശേഷം ഞാൻ ആ വീട്ടിലായിരുന്ന സമയത്തും ഇവര് പോലീസ് മുഖാന്തരവും വക്കീൽ മുഖാന്തരവും ഒക്കെ ഞങ്ങളെ ബന്ധം വേർപെടുത്താൻ നോക്കി. അപ്പോഴൊക്കെ പറഞ്ഞു അവർ ലീഗലി മാരീഡ് ആണ്. ആ വഴി നിന്ന പെൺകുട്ടിയെ നിങ്ങളാണ് വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയത്. ഇനി അവൾ സേഫ് ആയിട്ട് അവളുടെ വീടെത്തും വരെ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞ് ഞങ്ങൾ ഹസ്ബൻഡ് വന്നപ്പോൾ ചോദിച്ചു ഉപേക്ഷിക്കാൻ തയ്യാറാണോ ചോദിച്ചപ്പോൾ അല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വെളുപ്പിനെ തന്നെ ഉമ്മയുടെ സഹോദരൻ ബഷീറിന്റെ മകൻ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ പ്രൈവറ്റ് സ്റ്റേഷനിൽ കൊണ്ടാക്കി ഞങ്ങൾ ഇവിടെ നിന്ന് നാട്ടിലോട്ട് പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ദുബായിക്ക് പോവുക ചെയ്തത്. പോയെങ്കിലും ഈ പെങ്ങളും നിങ്ങളും മാത്രം, നിങ്ങളും ഹസ്ബൻഡും ദുബായിലേക്ക് പോയി. അപ്പോ ഞങ്ങൾ അവിടെ പോയെങ്കിലും ഈ ഉമ്മയും പെങ്ങളും എപ്പോഴും പറയും പെങ്ങളെ കെട്ടിച്ചിട്ട് സ്വർണം കൊടുത്തത് കുറഞ്ഞു പോയെന്നാണ് പെങ്ങളുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ പറയുന്നത്. 30 പവനെ കൊടുത്തിട്ടുള്ളൂ. ഇനി ഒരു 10 പവൻ കൂടെ ഇവൻ കൊടുക്കണം. കല്യാണം കഴിഞ്ഞ സമയത്ത് ആ ഉമ്മയ്ക്കോ പെങ്ങൾക്കോ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. എന്നാൽ ആ പെങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ആ വീട്ടിലെ പ്രശ്നങ്ങൾ ഒക്കെയും തുടങ്ങിയത്. എന്തായാലും ഇവർക്കൊരു കുഞ്ഞുമായിട്ടുണ്ട്. ഇനിയെങ്കിലും സമാധാനത്തോടുകൂടി ജീവിക്കാൻ അനുവദിക്കുക. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം ഹസ്ബൻഡിന്റെ പെങ്ങൾക്കും ഹസ്ബൻഡിനും ആ വീട്ടിൽ വന്ന് നിൽക്കണം, പെർമനന്റ് ആയിട്ട് നിൽക്കണം. ഞങ്ങൾ അവിടെ നിന്ന് അതിനു വേണ്ടി പോകണം. ഞാൻ ആ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് സിസ്റ്ററിനെ ഇങ്ങോട്ട് വിടത്തില്ല. ഭർത്താവിന്റെ ആൾക്കാർ വിടത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളമായി. ഇവൾക്ക് ഇതുവരെ ഒരു കുട്ടി ആയിട്ടില്ല. അതിന്റെ റീസണും ഞാനാണെന്നാണ് പറയുന്നത്. എനിക്ക് ഇന്ന് വരെ അതിന്റെ ലോജിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മളെ കാണുമ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കുന്നത് പൊക്കൂടെ, നിങ്ങൾക്ക് പൊക്കൂടെ എന്നാണ്. എവിടാണ് ഞങ്ങളുടെ ഒരു ഞങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്നത് ഫുള്ള് കൊടുത്തു. എല്ലാ സമ്പാദ്യങ്ങളും അവർക്ക് കൊടുത്തിട്ട്
ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടേലും ഇറങ്ങി പോകണം, അവർക്ക് ഇവിടെ നിൽക്കാം. ഇപ്പൊ പറയുന്നത് ഒന്നും തന്നിട്ടില്ലെന്നാണ്. ഞങ്ങൾ എങ്ങോട്ടാ പോകേണ്ടത്? പെങ്ങൾക്കും അളിയനും അനിയനും വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറിക്കൊടുക്കണം. എനിക്ക് കോടതിയുടെ പ്രൊട്ടക്ഷൻ ഓർഡറിലാണ് ഞാൻ ആ വീട്ടിൽ നിൽക്കുന്നത്. ആ പ്രൊട്ടക്ഷൻ ഓർഡർ മാത്രമല്ല, അതായത് ആ പ്രൊട്ടക്ഷൻ ഓർഡറിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, എന്നെ മെന്റലിയോ ഫിസിക്കലിയോ മെന്റലിയോ എന്നെ ഒന്നും ചെയ്യരുതെന്നാണ് അത് എഴുതിയേക്കുന്നത്. പക്ഷെ ഇവര് ഈ പെണ്ണിനോട് എനിക്ക് പറയാനുള്ളത്, എന്തിനാണ് ഇറങ്ങിപ്പോ എന്നും പറഞ്ഞിട്ട് ആ ഉമ്മ കുറേയായി പറയുന്നു. എന്നിട്ടും ഇറങ്ങിപ്പോവാതെ ഒരു പട്ടിയ കണക്ക് അവിടെ കടിച്ചു പോങ്ങി നിൽക്കേണ്ട ആവശ്യം എന്താ? ആ പെണ്ണിന്റെ മുതലുകളെല്ലാം ഇവരെടുത്തിട്ടായിരിക്കാം ആ പെണ്ണ് ഒരു പക്ഷെ ഇറങ്ങി കൊടുക്കാത്തത്. ആ പെണ്ണിന്റെ സംസാരം കേട്ടിട്ട് ആ പെണ്ണിന് അവിടെ തന്നെ നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നുന്നു. അതല്ല, ആ പെണ്ണിന്റെ മുതലുകൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്ത് തന്നെയായാലും കൂടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ. ഒരു വാടക വീട് എടുത്ത് മാറിയാൽ പോലും സമാധാനത്തോടെ ജീവിച്ചുകൂടെ? ഇങ്ങനെ കേസും വഴക്കും അടിയും ബഹളവും ഒക്കെ ആയിട്ട് ഇറങ്ങിപ്പോ എന്നുള്ളൊരു സംസാരം കേട്ടിട്ട് വീണ്ടും ആ വീട്ടിൽ കഴിയുന്നത് എന്തിനാണ്? ശരിക്കും ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ഇപ്പൊ താമസിച്ച് തുടങ്ങിയപ്പോ അവരുടെ മൂത്ത മകനാണ്, പുള്ളി അവിടെ കയറരുത്, പുള്ളി ആ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് രാത്രി പന്നിയങ്കര സ്റ്റേഷനിൽ ഇപ്പൊ ഇവര് കിടന്നിട്ടുണ്ട്. ആ വെറും നിലത്തിരുന്ന് എന്റെ മോനെ ഇപ്പൊ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ പോകത്തില്ലാണ്. അവൻ ആ വീട്ടിൽ അവകാശമില്ല, അതുകൊണ്ട് അവൻ ആ വീട്ടിൽ കയറാൻ പാടില്ലെന്നാ പറയുന്നത്. ലോകത്ത് ഏത് അമ്മയാണ് അത് ചെയ്യുക? അത് ഞങ്ങൾ ഒരുമിച്ചൊരു വീട്ടിൽ താമസിക്കുന്നവർക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതേ അവർക്ക് ഇഷ്ടമല്ല. ഹസ്ബൻഡിന്റെ പെങ്ങളും വന്നിട്ട് എന്നോട് പറയാം, നിങ്ങൾ എന്തിനാ ഒരുമിച്ച് പുറത്തു പോകണത്? കുട്ടീനെ വേണമെങ്കിൽ ഇക്കാക്കേന്റെ കയ്യിൽ കൊടുത്തു വിട്ടൂടെ, നീ എന്തിനാ കൂടെ പോകുന്നത്? അത് കഴിഞ്ഞ് നിങ്ങളുടെ പേരിൽ ഒന്നോ രണ്ടോ കേസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അതെന്തെന്ന് വെച്ചാല്, ഞങ്ങൾ കറണ്ട് ബില്ല് പകുതി കൊടുക്കും, ഗ്യാസിന്റെ പൈസയും കൊടുക്കും. അപ്പോ എനിക്ക് ആ റൂം മാത്രമേ യൂസ് ചെയ്യാനുള്ള ഇതുള്ളൂ. അവരുടെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓർഡറിൽ തന്നിട്ടുണ്ട്, ഞാൻ പറയുന്ന റൂമിൽ നീ ഇരിക്കണം, കുട്ടി പുറത്തിറങ്ങാനോ കളിക്കാനോ പാടില്ല. കുട്ടി ഒന്നര വയസ്സേ, കുട്ടി ഓടാനും കളിക്കാനും തുടങ്ങിയപ്പോൾ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റൂലല്ലോ. അതുവരെ പൂച്ച കുട്ടീനെ കടിച്ചെങ്കിൽ പിന്നെ പൂച്ചയെ കാണുമ്പോൾ കുട്ടി അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങി. പൂച്ചകൾ കുറെ ഉണ്ട് ആ വീട്ടില്. വളരെ ചെറിയ പ്രായത്തില് വിധവയായ ഒരു ഉമ്മയുടെ മകനാണ് ഇവളുടെ ഹസ്ബൻഡ്, ഈ പെണ്ണിന്റെ ഹസ്ബൻഡ്. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി വളർത്തിക്കൊണ്ട് വന്ന മകൻ കൈവിട്ട് പോകുമ്പോൾ ഏതൊരു ഉമ്മയും പ്രതികരിക്കും. ചിലപ്പോൾ ആ ഉമ്മയും അതായിരിക്കാം പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നത്. അവരുടെ ആ ഒരു സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന ഒന്ന് കാണുമ്പോഴായിരിക്കും ആ ഉമ്മയും പ്രതികരിച്ച് തുടങ്ങിയത്. എങ്കിലും ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി, ഒരു കുഞ്ഞുമായി. അവരിനി സമാധാനത്തോടുകൂടി ജീവിക്കട്ടെ. ജാതി മതം എന്തായാലും കല്യാണം കഴിഞ്ഞ് പോയില്ലേ, അപ്പൊ അവരെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ അനുവദിക്കുക. തീർച്ചയായും എന്റെ ഭാര്യയാണ്, ഞാൻ ഒരിക്കലും കൈവിടില്ല. ഒരിക്കലും ഒരു മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിലോ ഞങ്ങൾ പിരിയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാ ഫാമിലിയിലും ഉണ്ടാവും. അതെല്ലാം ഞങ്ങൾ തന്നെ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഞങ്ങൾക്ക്, എനിക്കോ എന്റെ ഭാര്യയ്ക്കോ എന്റെ മേലോ എനിക്ക് അവളുടെ മേലോ ഇല്ലാത്ത പ്രശ്നം മറ്റാർക്കാണെന്നുള്ളതാണ്. ഇവരെ നമ്മൾ കൂട്ടിപ്പിടിക്കേണ്ടതുണ്ട്. ഇവർ മനുഷ്യരാണ്. പ്രായപൂർത്തിയായ ഈ 2 പേര് വിവാഹം കഴിച്ചത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറാൻ ആർക്കും തന്നെ അവകാശമില്ല. പിന്നെ എന്ന് പറയുമ്പോൾ കുടുംബ ബന്ധങ്ങൾ നിലനിന്ന് പോകാൻ വേണ്ടി ശ്രമങ്ങളൊക്കെ എല്ലാവരും നടത്തും. അത് എല്ലാവർക്കും നടത്താവുന്നതുമാണ്. പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ കാണുന്നത് പള്ളി കമ്മിറ്റിയും മറ്റു ഹിന്ദു സംഘടനകളും ഒക്കെ ഇവർക്ക്, ഈ 2 പേർക്ക് നല്ല പിന്തുണ കൊടുക്കുകയും അവരെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ പയ്യന്റെ കുടുംബത്തിലുള്ള ചില ആളുകൾ ഈ പെൺകുട്ടിയെ സ്ത്രീധനത്തിനും മറ്റും പറഞ്ഞ് ഉപദ്രവിക്കുന്നു. കൂടാതെ അതിനെ ഒത്താശ ചെയ്തുകൊണ്ട് കുറച്ച് പോലീസും ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വളരെയധികം ഗൗരവത്തിൽ കാണേണ്ടത്. ഈ വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പിന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവർക്ക് നീതി കിട്ടണം. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു 2 മനുഷ്യർ, അവരിലുണ്ടായ ഒരു പിഞ്ചു കുഞ്ഞ്, അവർ കിടക്കാൻ സ്ഥലമില്ലാതെ കോഴിക്കോട് ബീച്ചിൽ രാത്രി കഴിച്ചു കൂട്ടുകയും പകല് ഏതെങ്കിലും സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവകരമായിട്ട് തന്നെ നമ്മളെല്ലാവരും കാണണം. അവരുടെ കൂടെ നമ്മളെല്ലാവരും നിൽക്കണം. അവർക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും നമ്മളെല്ലാവരും ചെയ്യണം എന്നാണ് എനിക്ക് പറയാം.